ആർച്ച എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതെന്താ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പൊ നമ്മുടെ LPUP വിജയപഥ് ബാച്ചുകാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണ്ടേ? അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു. ഇപ്പതാ കുറച്ചൊന്ന് ഫ്രീ ആയി ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. LPUP വിജയപഥ് വെക്കേഷൻ ബാച്ച് ആരംഭിക്കാൻ പോകുന്നല്ലേ? അപ്പൊ അതിന്റെ തിരക്കിലും അതിന്റെ പണിയിലൊക്കെയാണ്. അപ്പൊ ഈ കോഴ്സ് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും. അപ്പൊ നന്നായിട്ടിരുന്ന് പഠിക്കട്ടെ എന്ന് ഓർത്തു. അപ്പൊ 60 ദിവസം കൊണ്ട് സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു ബാച്ചാണ് LPUP വിജയപഥ് വെക്കേഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ എല്ലാവരും നല്ല തിരക്കായിരുന്നു. കാരണം ഡെയിലി ബേസ് അധ്യാപകരട്ടം CBSE സ്കൂളിൽ പോകുന്നവർക്കൊക്കെ വേണ്ടി ആ ഒരു 60 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സിലബസ് കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഈ ഒരു ബാച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ശരിക്കും 60 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ വളരെ കുറച്ച് ദിവസം കൂടുതൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു ടെൻഷൻ കയറിയാണ്. ഇത് എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാനിന്റെ ഒരു ഘടന പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പം 60 ഡേയ്സ് കൊണ്ട് തന്നെ തീർക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എക്സാമിന്റെ ടൈം കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് മാത്രമല്ല, വെക്കേഷൻ എന്ന് പറയുന്നത് 2 മാസമേ ഉള്ളൂ. അപ്പം ആ 2 മാസം കൊണ്ട് നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്നത് അത്രയും പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ മറ്റുള്ള കോഴ്സിലെ പോലെ തന്നെ പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പ്രീ കോഴ്സ് ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കടന്നു പോയത് അത് ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ നമ്മൾ സെയിം കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ടൈം കൂടിയാണ്. നമ്മൾ ആ ഒരു 5 ദിവസം അവരെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. പലർക്കും പ്രീ കോഴ്സ് ആക്ടിവിറ്റി ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യത്തെ 5 ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഡേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നൽകുന്നു. അതിന് 2ാമത്തെ ദിവസം നമ്മുടെ സിലബസ് ഡിസ്കഷൻ ആണ്. അത് നമ്മുടെ പല സിലബസ്, അതായത് സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ്, നമ്മുടെ അധ്യാപകർ വന്ന് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തരുന്നു. 3ാമത് PYQ ആണ്, ഡിസ്കഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് 4ാമത് യൂസർ ലെവൽ ചെക്കിംഗ്. യൂസർ ലെവൽ ചെക്കിംഗ് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊരു എക്സാം എഴുതിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം സ്കൂളിൽ പോയി വർക്ക് ചെയ്യുന്നവർ, അത്യാവശ്യം തിരക്കിലായിട്ട് ഇടുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്റെ ലെവൽ ഇതാണ് അല്ലെ. ആ ലെവൽ ഇപ്പൊ 20 മാർക്ക് ആകട്ടെ, നമ്മൾ പറയുന്ന പോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് നമ്മൾ ഇനി മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കേണ്ടത്, ഇനി എത്ര സ്റ്റെപ്പ് നമുക്ക് വയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത് ഈ യൂസർ ലെവൽ ചെക്കിംഗ് എക്സാം ആണ്. അതിനുശേഷമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ആപ്പിലെ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനും കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ സിലബസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ ഈ ആപ്പ് ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുമ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ LPUP വിജയപഥത്തിൽ 10,001 ചോദ്യപ്പെട്ടി, ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബാക്കും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഇവർക്ക് അതും അവൈലബിൾ ആയിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ LPUP ഇതുവരെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇവർക്ക് ലഭ്യമാകും. ഓക്കെ, അതുപോലെ റെക്കോർഡ് മാത്രമാണോ? ഫുൾ റെക്കോർഡ് ക്ലാസ് ആയിട്ടാണോ? വാട്സപ്പിന്റെ ഒരു ചാനലുണ്ട്. അതുകൂടാതെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലൈവ് സെഷൻസ്, വീക്കെൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ഇവർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇവർക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ LPUP വിജയപഥത്തിന് ഏറ്റവും വലിയൊരു ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ കഴിയുന്നത് സൂപ്പർ ഹോളിഡേ ആയിരുന്നു. ഇവിടെയും സെയിം തന്നെ സൂപ്പർ ഹോളിഡേസ് വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ 5 ദിവസം പഠിച്ചത് 6ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുന്നു. 7ാം ദിവസം അവിടെ നമ്മളൊരു മോഡൽ എക്സാം. ഈ 6 ദിവസം നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മോഡൽ എക്സാം എഴുതുന്നു. ഒപ്പം അന്നൊരു വീക്കെൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, ലൈവ് സെഷനുമായിട്ട് നമ്മുടെ അധ്യാപകരും എത്തിച്ചേരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സിലബസിന്റെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലർക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അത്രയും ആ എനർജി എല്ലാം നഷ്ടപ്പെടും, ലോസ് ആവും. നമ്മള് മോട്ടിവേഷന്റെ ആവശ്യകതയുണ്ട്. എങ്ങനെയാണ് അതിന്റെ അവസ്ഥ? നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഇവരെ മോട്ടിവേറ്റ് ചെയ്യണമല്ലോ. അതെ, തീർച്ചയായിട്ടും 60 ദിവസം കൊണ്ട് പഠിച്ചെടുക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് നാസിം സാറും നമ്മുടെ സുജേഷ് സാറും പ്രദീപ് സാറും ഒക്കെ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഇതിന് വേണ്ടിയിട്ട് അവരുടെ സമയം ലൈവായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും ഒരു അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ ആള് ത്രൂ ആണെങ്കിലും നമുക്ക് ഡൗട്ട് എന്തുണ്ടെങ്കിലും, അവർക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്കത്
ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ LPUP സിലബസ് നമ്മൾ പലപ്പോഴും എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. കോർ സബ്ജക്റ്റ് ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, മലയാളം, ഇംഗ്ലീഷ്. ഇവിടെയൊക്കെ മാർക്ക് ഒരുപാട് കൂടുതലാണ്. അവിടെ നമ്മൾ ഹൈ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പൊ ആ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ വിജയപഥത്തിൽ നിന്നും ഈ ഒരു സ്റ്റഡി ടൈം ടേബിളിലേക്ക് എത്തുമ്പോൾ, വെക്കേഷൻ സ്റ്റഡി ടൈം ടേബിളിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ ഒരു ദിവസം എല്ലാ മേഖലകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണോ? അതെ, തീർച്ചയായിട്ടും എല്ലാ സബ്ജക്ട്സും, സയൻസ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജസ്, സൈക്കോളജി എല്ലാം നമ്മൾ എല്ലാ ദിവസവും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ചുരുങ്ങിയ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സബ്ജക്ട്സും നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മലയാളവും എല്ലാം കുറച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. അതായത് ഒരു ടോപ്പിക് ഇന്നിപ്പം പാവ്ലോസിന്റെ ക്ലാസിക്കൽ കണ്ടീഷൻ പഠിക്കാൻ നമ്മൾ റെക്കോർഡ് വീഡിയോ ഇന്ന് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് മൊത്തം തീരത്തില്ല. നാളെ പാർട്ട് 2 നമ്മൾ കാണുന്നു. ബയോളജിയിലെ കോഴ്സ് ഇന്ന് പഠിച്ചെങ്കിൽ നാളെ അതിന്റെ പാർട്ട് 2 വീഡിയോ കാണുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ബേസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലേ? യെസ്, ഓക്കെ. അടുത്തത് എൻട്രിയെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് എക്സാം സീരീസ്. കാരണം നമ്മുടെ HSA ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, പല എക്സാമും PSC എക്സാം എഴുതിയ ആസ്പിറൻസും റാങ്കിൽ ഇടം പിടിച്ചവർ പറയുന്നത് ഈ എക്സാം അവർക്ക് ഒരുപാട് എന്താ പറയുക, ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്താൻ ഒരുപാട് സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് എക്സാം സീരീസ്? നമുക്ക് എക്സാംസ്, ലൈവ് എക്സാംസ് ആപ്പിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ മോക്ക് എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഉണ്ട്. പിന്നെ ഇവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ നടത്തിയിരുന്ന ഒളിമ്പിയാഡിന്റെ സീരീസ് 201, എനിക്ക് തോന്നുന്നു 201 എക്സാംസ് അതിൽ മോഡൽ എക്സാംസ് അതിനകത്ത് ഉണ്ട്. അപ്പം അതൊക്കെ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി എക്സാംസ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ 60 ദിവസം നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ LPUP നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ്. കാരണം ഈ ഒരു 60 ദിവസം മതി നമുക്ക് സിലബസ് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ. ഒരു ദിവസം ഏകദേശം ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ആ ഒരു 5 മണിക്കൂർ നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം മതിയായിരിക്കും. മാത്സ് മാക്സിമം എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക. അതിനുള്ള ടൈമും ഇവിടെ പറയുന്നുണ്ട്. സ്റ്റഡി നോട്ട്സ്, സ്വന്തമായിട്ട് നോട്ട്സ് എഴുതി തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് എഴുതി പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലാണ്. അപ്പം ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇനി LPUP പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് പറയുന്നത്. നമുക്ക് 60 ദിവസം നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ, ഒരു ദിവസം 5 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും LPUP നേടിയെടുക്കാൻ കഴിയും. 60 ദിവസത്തിൽ ഒരു ദിവസം 5, 60 ദിവസം 300 മണിക്കൂർ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കഷ്ടപ്പെടാൻ തയ്യാറാണ്. നമുക്ക് ഈ ഒരു 2 മാസം അല്ലെ ഒരു 3 മാസം കൊണ്ട് നേടിയെടുക്കാം. അതിനിവിടെ നമ്മൾ സജ്ജരായിട്ട് ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ LPUP വിജയപഥ വെക്കേഷൻ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇൻട്രയുടെ യൂട്യൂബ് ചാനൽ, ടീച്ചിങ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.